സോ ഹലോ ഗൈസ്, അപ്പം ഇന്ന് കളിക്കാൻ പോകുന്നത് മെഷീനറിയത്തിൻ്റെ പാർട്ട് 2 ആണ് ഗൈസ്. അപ്പം ഈ പാർട്ട് ആദ്യമായിട്ട് കാണുന്നവർ ആദ്യം ഇതിൻ്റെ പാർട്ട് വണ്ണ് കണ്ടിട്ട് ഇത് കാണാമോ ഗൈസ്. സോ തുടങ്ങാം ഗൈസ്. നമ്മൾ കഴിഞ്ഞ പാർട്ട് ഇവിടെ വരെയാണ് നിർത്തിയത്. സോ ഗൈസ്, ഇവിടെ എന്ത് ചെയ്യണം ഒന്നും പിടി കിട്ടുന്നില്ല ഗൈസ്. അവിടെ ഒരു ഇത് വെച്ചാൽ റോബോട്ടിക് എന്ന് പറഞ്ഞ ഒരു പട്ടിയോ, റോബോട്ടിക് പട്ടി ഗൈസ്. നമുക്ക് ഇങ്ങോട്ടെന്താ പോയി നോക്കാം ഗൈസ്. അങ്ങോട്ട് ഗൈസ് അങ്ങോട്ടൊരു വഴിയുണ്ട് ഗൈസ്. ഇതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഒരു വഴിയുണ്ട് ഗൈസ്. അങ്ങോട്ട് വല്ല റോബോട്ടിന് വെള്ളം വീണ് കഴിഞ്ഞാൽ കേടാവത്തില്ലേ? ഇതൊന്ന് അങ്ങോട്ട്. പക്ഷേ ഈ കുട നമുക്ക് എടുക്കാം. ഈ കുട ചോദിക്കാമല്ലോ. ഈ ആൻറ്റിയാന്ന് തോന്നുന്നു എന്നിട്ട്. അല്ല, ആ റോബോട്ടിനെ ഒന്ന് കുട ചോദിച്ചു നോക്കാം. ഗൈസ് കുട ചോദിച്ചു ഗൈസ്. അതിൻ്റെ ഒരു പെറ്റാണ് ഗൈസ്. ആ പെറ്റ് നമ്മൾ അപ്പുറത്ത് കണ്ടില്ല. ആ പെറ്റ്, ആ പെറ്റിനെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്ന ആ കുട കിട്ടും. പെറ്റ് അങ്ങനെ ഇനി പക്ഷെ അവിടെ നിൽക്കും. ഇവിടെ ഇവിടുത്തെ വെച്ച് പാലൊന്നും ഗൈസ്. ആ പുറകിലൊരു പാലുണ്ട് കേട്ടോ ഗൈസ്. അതുവഴി വെടി വെക്കാൻ പറ്റുമെന്ന്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയൊരു തോക്കുണ്ടായിരുന്നല്ലോ അതിൽ. നമുക്ക് നോക്കാം ഗൈസ്. അതിൻ്റെ പുറകെ ആയിരുന്നു. ഇതുവഴി കണ്ടത് ഇപ്പുറത്ത് സൈഡിൽ നിൽക്കുന്ന പോലെ. പക്ഷെ ഇവിടെ കിട്ടുന്നില്ലല്ലേ. ഇതെന്തുവാ? ചുമ്മാ ക്ലിക്ക് ചെയ്തേ നീക്കിക്കൊണ്ട് പോകുന്നുണ്ട്. എന്തുവാന്നാ എന്തോ ഗൈസ്. നമുക്ക് അങ്ങോട്ടെന്നാ നീക്കിക്കൊണ്ട് പോയി നോക്കാം ഗൈസ്. അങ്ങോട്ട് നീക്കിക്കൊണ്ട് പോകാം ഗൈസ്. എന്തുവാ എന്തുകൊണ്ടാ നീക്കിക്കൊണ്ട് വരുന്നത് ഗൈസ്? ബോക്സ് എന്തോ സംഭവം അത് നീക്കിക്കൊണ്ട് വരുന്നത് ഗൈസ്. ഗൈസ് ആ പാടിയുടെ അവിടെ ഒരു സ്വിച്ചോ അതെന്തോ സംഭവമില്ലേ? അവിടെ എന്തൊരു സ്വിച്ചോ എന്തോ ഉണ്ട്. ഇത് എന്തോ സംഭവം നമുക്കകത്ത് നമ്മൾ മറ്റേ ആ ഒരു സ്വിച്ച് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഗൈസ്. എനിക്ക് തോന്നുന്നു ഈ സംഭവം ആ ബോക്സ് തമ്മിൽ മുട്ടിയാൽ അവർക്ക് ആ ബോക്സ് പൊക്കിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിക്കത് മുട്ടുന്നില്ലല്ലോ തന്നെ. മുട്ടില്ല. അതൊന്നും എന്ത് ചെയ്യണ്ടോ? അതെന്ത് ഇല്ല അറിയപ്പോലില്ല. അതിന് മുമ്പ് നമുക്ക് വേറെ വഴിയോടെ നോക്കാം. നമ്മളിപ്പുറത്തെ മാപ്പിൽ ഒരു കയറണ മേളിൽ കണ്ട ഒരു ഏണി പോലൊരു സംഭവം. അതുകൊണ്ട് അവിടെ കയറാനായിരിക്കും ചിലപ്പോൾ ഈ ബോക്സ്. നമുക്കൊന്ന് കയറി നോക്കാം ഗൈസ്. ഇങ്ങനെ കയറി നോക്കാം. അത് വരത്തില്ലേ? പിന്നെന്തോ മനസ്സിലാവുന്നില്ല. സോ ഗൈസ്, ചിലപ്പോൾ ഒരു ലെങ്തി വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ മാക്സിമം ഒതുക്കാൻ പറ്റുന്നത് നോക്കാം ഗൈസ്. സോ സപ്പോർട്ടൊക്കെ ചെയ്യണം ഗൈസ്. പറ്റുന്നത് പറയേണ്ട ആവശ്യമില്ലല്ലോ. സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യുക. നമുക്കിപ്പോൾ സബ്സ്ക്രൈബറൊക്കെ ഒന്ന് കയറുന്നുണ്ട് നല്ലോണം. സോ അത് നമുക്കൊന്നും കൂടെ ഒന്ന് നോക്കാം. പക്ഷെ അത് മുട്ടുന്നില്ലല്ലേ അവിടെ? ഇവിടെ സൈഡിൽ കണ്ടോ? പിന്നെ ആരോ പോലെ ഓരോന്ന് സംഭവം ഉണ്ടായിരിക്കുന്ന കണ്ടുണ്ടോ? ഇങ്ങനെ നീക്കാൻ പറ്റുമോ? അത് ആ സൈഡത്തിൽ ആ സംഭവം വെച്ച് ഞാൻ നീക്കിയതാ. നീക്കാം ഗൈസ് അങ്ങോട്ട്. എന്നുവെച്ചാൽ വെച്ചാൽ ഇപ്പോൾ താഴോട്ട് ഒരാരോ അല്ലെങ്കിൽ മേലോട്ടൊരാരോ ഉണ്ടെങ്കിൽ താഴോട്ട് പോകേണ്ട ആരോ ഒരാളെ വിട്ട് ഇങ്ങനെ ഇറങ്ങാൻ പറ്റുമെന്ന് എൻ്റെ അടുത്ത് കാണിച്ചിരുന്നത്. അതേപോലെ അടുത്ത ബ്ലോക്കിലും ഇറങ്ങാൻ പറ്റുമെന്ന്. പക്ഷെ രണ്ടാരോ ഒരേ അടുത്തുണ്ടെങ്കിൽ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ റീസ്റ്റാർട്ടൊക്കെ ചെയ്തൊന്ന് റെഡി നോക്കുക. കുറേ ഇതെന്തൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഗൈസ്. അപ്പോൾ എന്ത് വയസ്സൊന്നും മനസ്സിലാവുന്നില്ല. സോ ഗൈസ്, ഞാൻ മാക്സിമം ഉപയോഗിക്കാതിരിക്കും ഗൈസ്. ഹിന്ദിൻ്റെ ഒരു ബുക്കില്ലായിരുന്നു നമ്മളിങ്ങനെ ലോക്കൊക്കെ തുറക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പാർട്ടി ഉപയോഗിച്ചിരുന്നു. ഏതൊരു കോഡ് 445 എന്തൊരു കോഡ് ഉപയോഗിക്കാൻ വേണ്ടി. അത് മാക്സിമം ഉപയോഗിക്കാതെ ഫിനിഷ് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ് ഗൈസ്. സോ ഇത് ലെങ്തിയൊക്കെ വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. കുറേ നേരം കൊണ്ട് ഞാൻ
റീസ്റ്റാർട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്കത് ഒട്ടുന്നില്ല, മറ്റേ ആ സമയത്തിന് ഒട്ടുന്നില്ല. മറ്റേ പിന്നെ വാക്യൂം പോലത്തെ സാധനം തോന്നുന്നത് കണ്ടിട്ട് അത് ഒട്ടുന്നില്ല ഗൈസ് കറക്റ്റ്. ഈ ഒരു ഓരോ ടൈപ്പ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓൾമോസ്റ്റ് ഇത്ര ഒരു ഇത് കിട്ടി ഗൈസ്. നേരത്തെ കിട്ടാത്തൊരു പാറ്റേൺ കിട്ടി ഗൈസ്. ഓൾമോസ്റ്റ് ഇത്ര ഒരു രീതി കിട്ടി ഗൈസ്. ഓൾമോസ്റ്റ് കിട്ടി വരുന്ന ഗൈസാണ്. ഇങ്ങനെ ഇതൊന്നും നേരത്തെ ഒന്നും എനിക്ക് കിട്ടിയിട്ടേ ഇല്ല ഇങ്ങനെ സംഭവം. അങ്ങനെ നമ്മൾ ഫൈനലി ഇത് ചെയ്ത് കുറേ നേരം എടുത്ത് യൂസ് ചെയ്യാൻ ഫൈനലി യൂസ് ആ സംഭവം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടത് ഒട്ടി. അതിൽ ഒരു വാക്യൂം പോലത്തെ ഒരു സംഭവം വരുമോ അതിന് എയർ ഇങ്ങനെ വലിക്കുന്ന പോലത്തെ കുറേ നേരം എടുത്ത് യൂസ് ചെയ്യാൻ. ഇത് നേരത്തെക്കാളും പാടായി വരുവാണ് ഇപ്പോൾ നീക്കാൻ വെയിറ്റ് പറഞ്ഞപ്പോൾ. ഇനി മറ്റേ എൻ്റെ മണ്ടയ്ക്ക് കയറാൻ പറ്റുമോയെന്ന് തോന്നുന്നു. ഗൈസ് ഇനി നോക്കാം എൻ്റെ മറ്റേ അതിൽ ഏണി പോലെ സംഭവം കണ്ടോ, അത് ക്യാബിൻ പോലത്തെ എന്തൊരു സംഭവം കേട്ടോ. ഇത് നമ്മൾ കയറി അങ്ങനെ എന്താ സംഭവം. പക്ഷേ ആ സ്വിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് തിരിയുന്നുണ്ടല്ലോ, അത് ഇങ്ങനെ ഓരോരുത്തോട്ട് ഒരു സംഭവം. റെഡ് ലൈറ്റ് അടിയിൽ കണ്ടൊരു സംഭവം ഇങ്ങനെ നീങ്ങി വരുന്നത് കണ്ടോ. എന്തോ അത് ഇത് മറ്റേ ഓയിലല്ലേ, ഓയിലാന്ന് തോന്നുന്നു കണ്ടിട്ട്. പേടി കിട്ടി ഗൈസ്. ഈ ഓയിൽ വെച്ചിട്ട് നമുക്ക് ആ തോക്ക് വഴി ആ വട്ടിയെ പിടിക്കാൻ പറ്റുമല്ലോ. അയ്യോ അത് പോയി. അത് വീണ്ടും പോയി. അയ്യോ അത് വീണ്ടും അങ്ങോട്ട് പോയല്ലോ. ഇനി എന്ത് ഒന്നും കൂടെ നോക്കാം നമുക്ക്. ഒന്നും കൂടെ ട്രൈ ചെയ്യാം നമുക്ക്. ഒറ്റ തുള്ളി ഇട്ടിട്ട് അത് എത്ര നേരം ടൈം നോക്കാം. എന്നിട്ട് നമുക്ക് താഴെ ഇറങ്ങി അത് നമുക്ക് ഷൂട്ട് ചെയ്യാം. എത്ര ടൈം ഉണ്ടെന്ന് നോക്കാം ആദ്യം. നമുക്ക് നല്ല ടൈമുണ്ടല്ലേ, നല്ല ടൈമുണ്ട് ഇറങ്ങി വരാൻ. നമുക്ക് നല്ലൊരു ടൈമുണ്ട് കേട്ടോ, നല്ലൊരു ടൈമുണ്ട്. നമുക്കപ്പോൾ ഒരു ഉള്ളി ഇട്ടിട്ടോ ഗൈസ്. പെട്ടെന്ന് ഇറങ്ങി നോക്കാം ഗൈസ്. ഇതുവഴി വെച്ചാൽ കുട കിട്ടും. എന്നിട്ട് അതൊക്കെ ഇവിടെ കൊടുക്ക്. കിട്ടിയ ഗൈസ്, നല്ല ഗൈസ് കിട്ടി. എനിക്കൊന്ന് ഈ റോബോട്ടിൻ്റെ സംഭവമൊക്കെ അല്ല, നമ്മൾ നോർമലി ടീയും ജ്യൂസൊക്കെ കുടിക്കുന്ന പോലെ ഇവർക്ക് ഈ ഓയിലാണെന്ന് തോന്നുന്നു. ഈ നോർമൽ എല്ലാത്തിനും ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. ഇത് റോബോട്ട് മെഷീൻ അങ്ങനത്തെ ഒരു സംഭവം തോന്നുന്നു. മെഷീനാണെന്ന് തോന്നുന്നു നോർമലി. പക്ഷേ ഇതൊന്ന് കൊടുത്തു നോക്കുക. ഉണ്ട് ഗൈസ്, കൂടെ കിട്ടി. ഇതിനകത്ത് ഞാൻ വഴി കൂടെ പോവാം. ഇതൊക്കെ ഇനി ഇത് ഹാർഡായി വരുന്നതേ ഉള്ളൂ ഇതിൻ്റെ അത് പസിൽസൊക്കെ. നമ്മൾ മറ്റേ പുറകിലത്തെ ഒരു പാലം ഇല്ലേ, അത് ഞാൻ വിചാരിച്ചു ഇതിലായിരിക്കും ആദ്യം ഇപ്പുറത്തെ സൈഡിൽ വരണ്ടേന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. അവിടെ കുടയൊക്കെ പറന്നു തോന്നി. ദിവസം ഇതെങ്ങോട്ടോ എനിക്കൊന്ന് പടിയിലുണ്ട്, അങ്ങോട്ടേക്കും വന്നാൽ പടിയിൽ കൂടെ അങ്ങ് പോയിരിക്കും. നമ്മളിങ്ങനെ പാലിൻ്റെ പടി അങ്ങനെ മണ്ടയ്ക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. എന്തോ സംഭവം. ഒരു 4 ആണിയോ, ആണി പോലത്തെ സംഭവം. 4 അല്ല 5 എണ്ണം കേട്ടോ, 5 എണ്ണം വേണം. എന്തോ
ഡ്രം ഡ്രം ഇത് മറ്റേ വില്ലനല്ലേ മറ്റേ ഇതിൻ്റെ അകത്ത് വില്ലനാന്ന് തോന്നുന്നു കേട്ടോ. ഇത് മൊത്തം എടുത്ത് ഓരോ പ്രശ്നങ്ങളൊക്കെയാണ്. ഓ അവരെടുത്തോണ്ട് പോകാന്ന്. അതുകൊണ്ട് ഇതിന് ഊതാൻ പറ്റുന്നില്ല അതിൻ്റെ അകത്തൂടെ. ഇപ്പോഴത്തെ ആ ഡോറേ നമ്മൾ മറ്റേ മുമ്പ് എടുത്ത് വന്ന ഡോറ് പോലില്ലേ ആ ഡോറ്, നമ്മളുടെ ഫസ്റ്റ് പാർട്ടിലുണ്ട്. ഇങ്ങനെ ഒരു ഓയിലിങ്ങനെ വീഴുന്ന ഒരു പാലമൊക്കെ തുറക്കത്തില്ലേ, അതിൻ്റെ ഡോറ് പോലുണ്ട് അതിൻ്റെ അത് കാണാൻ. ആ ഡോറിൻ്റെ ആ ബ്ലൂ വൈറ്റ് ആ സംഭവം കാണാൻ അതേപോലുണ്ട്. മറ്റേ 5 വെച്ചിട്ട് നോക്കണം അങ്ങനെ സംഭവം. ഇതും കുറേ നേരം എടുക്കുമെന്ന് തോന്നുന്നു. ഓ മറ്റേ 5 വെക്കാനും കൊടുക്കല്ലേ. ഇതെനിക്ക് 5 ഇത് കിട്ടുന്നില്ല. 5 ഒന്നും കിട്ടുന്ന പോലും ഇല്ല. ഒന്നും കിട്ടുന്നില്ല 5 ഇതും കുറേ നേരം എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇത് മറ്റേൻ്റെ പൊട്ട് നമ്മൾ അത് ആരോ ചെയ്തില്ലേ അതേപോലത്തെ പാടാണ്. കുറേ നേരം എടുക്കുവാനല്ല, കുറേ ആയില്ല ഇപ്പോൾ, കുറേ എണ്ണം വെച്ച്. ഓ അയാളെടുത്ത് ഗൈസ്. അപ്പോൾ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. സോ ഗൈസ് കുറേ നേരം കൂടെ ട്രൈ ചെയ്യുവാണ് ഗൈസ്. എനിക്കൊരു ഇനി 2 കൂടെ വെച്ചാൽ 5 അവിടെ. ഓ കിട്ടി ഗൈസ്. അയ്യോ കുറേ നേരം എടുത്തു. അയ്യോ ദേഷ്യം കൊണ്ടെല്ലാം അടിച്ച് തെറിപ്പിച്ച്. ഒന്ന് വെളിയിൽ പോവാം. ഞാനുണ്ട് ആ ഡോറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ആ ഡോറ് കണ്ടോ ഈ കിടക്കുന്നതെല്ലാം മറ്റേ അതിന് ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. മറ്റേ 5 എന്ന് പറഞ്ഞില്ലേ, അത് തന്നെ. ആ 5 കിട്ടി ഗെയിം ചെയ്യിക്കണം. അതുകൊണ്ട് ആ ഡോറിൻ്റെ അവിടെ ഉണ്ട്. ഇത് മറ്റേ വില്ലന്മാരില്ലേ, ഞാൻ ശരിക്കും അത് മറ്റേ സംഭവം എടുക്കാൻ നോക്കിയ ഡോറിനോടാണ് നോക്കിയത്. സോ അങ്ങനെ 5 കിട്ടി. ഇത് മറ്റേ വില്ലന്മാരെന്തോ പരിപാടിയാണ്, കാടോ എന്തോ കളിക്കുക. സോ ഈ സംഭവം ഇനി അത് തിരിച്ച് അവരുടെ കൊടുക്കാം. മറ്റേ ഒരു പാട്ട് വെക്കുന്ന സംഭവം ട്രംപറ്റൊക്കെ പോലെ ഉണ്ട്, ട്രംപറ്റിൻ്റെ ഒക്കെ കൂട്ടുണ്ട്. സോ നമുക്ക് 5 കൊടുക്കാം. സോ നമ്മൾ അങ്ങനെ കൊടുത്തത് ടൂണൊക്കെ വന്നതിൻ്റെ അകത്ത്. അങ്ങനെ മറ്റേ എന്തോ ഒരു ആൻറ്റി റോബോട്ടൊക്കെ ദേഷ്യപ്പെട്ടുള്ള ചട്ടിയൊക്കെ എടുത്ത് എറിയുന്നു. അത് ഇതൊക്കെ എടുത്തങ്ങ് എറിയോ, മൺകുടമൊക്കെ കുടം പോലും മറ്റേ ഫ്ലവർ ഫോട്ടോ ആ സംഭവം അതൊക്കെ എടുത്തങ്ങ് എറിയോ ഗൈസ്. ശരിയാ, മറ്റേ സംഭവത്തിന് ഈ സംഭവം ഉപയോഗിക്കാൻ പറ്റും. മറ്റേ ഡ്രമ്മില്ലല്ലോ ഒരാൾക്ക്, അതിന് ഈ സംഭവം ഉപയോഗിക്കാൻ പറ്റും. എന്തോ ടേപ്പല്ലേ അത്. ഒരു ഐഡിയ കിട്ടി. ഇതെനിക്ക് ഒരു ഐഡിയ കിട്ടിയ
ഈ ടേപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ഇപ്പുറത്തൊരു ഈച്ചയൊക്കെ പറഞ്ഞ സംഭവമില്ലേ, അതിട്ടിട്ട് എനിക്കൊന്ന് മറ്റേ ഇതിൻ്റെ ഇതിൻ്റെ കടയുടെ ഓണറില്ലേ അതിൻ്റെ ഇത് മാറ്റാം, ശ്രദ്ധ അങ്ങ് മാറ്റിയിട്ട് നമുക്ക് ആ ഡ്രമ്പല്ല ഒരു ക്യാന് ആ സംഭവം എടുത്തുകൊണ്ടങ്ങ് വരാം. അത് ട്രൈ ചെയ്ത് നോക്കുക. അതുകൊണ്ട് അതാണ് ആവാൻ ചാൻസ്. എനിക്ക് ഈച്ച തോന്നാൻ കാരണം ആ ടേപ്പിൽ എടുക്കുന്ന സമയത്ത് കുറച്ച് ഈച്ച ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ എന്തെങ്കിലും സംഭവമായിരിക്കുമെന്ന്. സൈസത്ത് കൊടുത്ത് അതങ്ങ് നോക്കാം. അത് മാറ്റി എടുത്ത് ഉണ്ടാകാം. ഇത് നമുക്ക് അതിന് കൊടുത്തു നോക്കാം. ഇത് നമുക്ക് അതിന് കൊടുത്തു നോക്കാം. കൊടുത്ത് ഉണ്ടാ ഇത് ആണ് വീണ്ടും ദേഷ്യപ്പെടുന്ന റോബോട്ടൊക്കെ അങ്ങനെ വീണ്ടും പറഞ്ഞു ഫ്ലവർ പോട്ട് കണ്ടോ, ടൂണൊക്കെ കണ്ടോ. പക്ഷേ അതുമല്ല എടുക്കാനുള്ളതാണ് ഇനി ഇതുമല്ല എടുക്കാൻ. റോബോട്ടൊക്കെ ഡാൻസൊക്കെ കളിക്കുന്നത്. മറ്റേ സംഭവം ഊതാൻ നേരം സൗണ്ടൊന്നും വരുന്നില്ല. നമുക്ക് ആ മേളിലോട്ടൊന്ന് കയറി നോക്കാം. എനിക്ക് ഈ ഡോറ് കണ്ടിട്ടിരിക്കുക അത് ഉറപ്പാണ്. ആ ഡോറിൻ്റെ ആ ഒരു വൈറ്റ് ബ്ലൂ കളറുണ്ട്. പക്ഷേ ആ ഡോറ് തുറന്ന് നോക്കണമല്ലോ. അയ്യോ മേടി ക്ലിക്ക് ചെയ്ത് അങ്ങ് പോയി. ഇനി വരുമ്പോൾ നോക്കാം. ഇതെന്താ സംഭവം? ഇതെന്തുവാ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇൻഫിനിറ്റിയുടെ സിമ്പിളല്ലേ? അവിടെ ചെറിയൊരു ഹോള് പോലെ സംഭവം കണ്ടോ? ഒരു ഹോള് അതിൻ്റെ തൊട്ടപ്പുറത്ത്. എനിക്ക് നീ പീടി അവിടെ വെക്കാൻ വേണ്ടായിരിക്കും. അവിടെ വെച്ച് നോക്കാം. അവിടെ ചുമ്മാ നോക്കാം. ആണ് അവിടെ തന്നെ വെക്കാനുള്ള എന്ത് കറക്കുന്ന സംഭവം. അവിടെ ആ മേലത്തെ ക്ലോക്ക് പോലെ സംഭവം അതും കറങ്ങുന്നുണ്ട്. ഇത് എന്ത് സംഭവം? ഈ സിമ്പിള് ആ നമ്പറും അത് മറ്റേ ആ ഒരു റോബോട്ട് പറഞ്ഞ പോലെ ഉണ്ടല്ലോ. അപ്പോൾ ആ സിമ്പിൾ ആ നമ്പറും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്താണ് സിമ്പിൾ നമ്പർ ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ത് സംഭവമാണ് ആ സംഭവം? ട്രൈ ചെയ്ത് റിങ് ഒക്കെ ഇങ്ങനെ അടിക്കുന്നു. എന്തോ സംഭവം ബെല്ല് പോലൊക്കെ. ആ റോബോട്ട് അകത്ത് കയറിപ്പോയി. ഇവിടെയൊക്കെ എന്തോ പേപ്പറോ എന്തൊക്കെയോ ഒട്ടിച്ചിട്ടുണ്ടല്ലേ. അതിൻ്റെ പുറകിരുന്ന് ആ റോബോട്ടിൻ്റെ പുറകിരുന്ന് സണ്ണൊക്കെ വെട്ടിയേക്കുന്ന എന്തോ. സണ്ണും പിന്നെ ആ നമ്പർ വെട്ടിയേക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ആ നമ്പറൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ ആ അടി വെട്ടാത്ത നമ്പറാണ് ഇത്. അതുകൊണ്ട് ആ ആളൂരി അതിനകത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ ആൾക്കാരുടെ ടൈമായിരിക്കും. ഇത് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇത് എനിക്ക് ആ സംഭവം ഈ ഐഡിയ എനിക്ക് നല്ലോണം അറിയാം. കാരണം ഇത് ആ ഡോറിന് ഇത്രയും കണ്ടതിനകത്ത് ആ ഡോറിന് മാത്രമല്ലായിരുന്നു അത്. ആ ഒരു ബ്ലൂ വൈറ്റ് ആ ഒരു കളറിങ്. അപ്പോൾ അതായിരിക്കും എന്തായാലും തുടക്കത്തിലത്തെ
അതെ, തുടക്കത്തിൽ പാർട്ട് കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഗൈസ് നമ്മളിപ്പോൾ ഓയിലെടുക്കാൻ ഇവിടെ മറ്റേ തുള്ളിയായിട്ട് വീഴുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഗൈസ്. കണ്ടോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ വന്നതാണ്. അതെ ഗൈസ്, നമ്മൾ ആ പാലൊക്കെ ഇവിടുന്ന് നമ്മൾ ആദ്യം താഴെ വീണത്. ഈ എണ്ണാമത് സ്ഥലത്ത് തെന്നിയിട്ട താഴെ വീണു ഗൈസ്. ഗൈസ് ആ സംഭവം നിറയട്ടെ. ഈ സംഭവം അങ്ങനെ നിറഞ്ഞിട്ടുള്ളത് ഇനി കൊടുത്തു നോക്കാം. അത് നമുക്കത് കൊടുത്തു നോക്കാം. റോബോട്ട് എന്തൊക്കെയല്ലേ ചെയ്യുന്നത്? പക്ഷേ ആ കഥ ഒന്ന് തുറന്നോക്കെ തുറന്നു പറ്റുന്നില്ലല്ലോ. അത് തുറന്നു നോക്കി പറ്റുന്നില്ല. അപ്പം അത് തുറന്നോക്കാനൊന്നും പറ്റിയില്ല ഗൈസ്. പറ്റിയെന്ന് വെച്ചാൽ പറ്റുന്നില്ല. പറ്റുന്നില്ല നമ്മളിങ്ങനെ കാണിക്കുക. സോ ഗൈസ് നമുക്ക് ആ ഒരു ഓയിൽ കൊടുത്തു നോക്കാം. വീലിലിട്ടാണ് സൺഫ്ലവറിൻ്റെ ഓയിൽ. അതിന് എവിടെ? അപ്പോൾ എനിക്കൊന്ന് മിക്കവാറും അടപ്പ് തുറക്കമുള്ളതായിരിക്കും. അതാണ് ഇപ്പോൾ ഇങ്ങനെ മാറിയത്. ആണ്ട ഞാൻ പറഞ്ഞില്ലേ, ഓൾമോസ്റ്റ് ഞാൻ ഇങ്ങനത്തെ ഗെയിംസ് കൂടുതൽ കളിക്കാറുള്ളതാണെങ്കിൽ ശരി ഇതായിട്ട് കിട്ടുന്നുണ്ട് ഓരോ ഐഡിയകൾ. പിന്നെ വേണമെന്നത് അതിനോട് തന്നെ ചോദിച്ചു നോക്കാം. ഓ, ഈ ഒരു സംഭവം തുറക്കാൻ അത് ഉപയോഗിക്കാൻ അത് പറ്റുന്നില്ല. പാട്ടിൻ്റെ ഒരു സംഭവം ഏറ്റവും വില്ലനല്ലേ? വില്ലൻ എപ്പോഴും വീഴുന്നുണ്ടല്ലോ. ആ പാട്ടിൻ്റെ സംഭവം അതെന്താ സംഭവം? പാട്ട് അതെടുത്തോണ്ട് പോയല്ലേ? എടുത്തോണ്ട് പോയി. ഓ, ഈ സംഭവം ചെയ്യണമെങ്കിൽ എനിക്ക് അയാൾക്ക് പാട്ട് കേട്ടാലേ ഇയാൾക്ക് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓ അങ്ങനെ. പിന്നെ പാട്ട് എന്ത് ചെയ്യാനാ? അല്ലാതെ തുറക്കാനൊന്നും പറ്റുന്നില്ല കേസ്. ഓ, മേളിൽ വെള്ളം വീഴുന്നില്ലേ? അതിന് സ്റ്റോപ്പ് ചെയ്യാൻ 3 ഒരു കീ പോലത്തെ സാധനം റെഡ്. ഒന്ന് ഇവിടെ ഉണ്ട്. കണ്ടോ, ഒന്ന് കിട്ടി. ഒന്നുണ്ട് കേസ്. ഒന്നും ഇവിടെ ഉണ്ടല്ലോ. ഇങ്ങോട്ട് ഡ്രോയിൽ എന്ത് ചെയ്തു? ഓ, ഇത് അതിനെക്കുറിച്ചുള്ള ബുക്കാണ് കേട്ടോ. ഓരോ സമയത്തിലും ഇവിടുന്ന് കിട്ടി. ഇപ്പോൾ 2 എണ്ണമായി. ഇനി 1 കൂടെ വേണം. നമുക്ക് ഇതിൻ്റെ അകത്ത് വല്ലണോ? ഇതിൻ്റെ അകത്ത് എവിടെങ്കിലും ഇവിടെ എന്തോ. ഓ, ഇത് മറ്റേ റൂമല്ലേ ഇതിലത്തെ മറ്റേ വില്ലന്മാരുടെ റൂമാണ്. ഇങ്ങോട്ടൊക്കെ പോകുന്നു ചുമ്മാ. ഞാൻ എവിടെയെങ്കിലും എടുത്ത് ക്ലിക്കങ്ങ് ചെയ്യും. അപ്പം അതാണ്ട് നമ്മൾ നേരത്തെ മറ്റേ സംഭവം നോക്കുന്ന സമയത്ത് ഒരു ഹുക്ക് പോലൊരു സാധനം ഉണ്ടായിരുന്നു ഗൈസ്. അത് ചിലപ്പോൾ എടുക്കാൻ പറ്റുമായിരിക്കും. ഇത് നിർത്തണമെന്നാണ് പറയുന്നത്. എന്നാലും അത് നിങ്ങൾ തുറക്കാൻ പറ്റുമോ? ഞാൻ നിർത്തണമെന്നായിരിക്കും. സോ ഗൈസ് ഉണ്ട്. ആ ഒരു ഹുക്ക് ഒരു സാധനം, ഒരു കമ്പിയുടെ അത് തന്നെ. ഇങ്ങനെ നമുക്കത് എടുക്കാൻ പറ്റുമെന്ന്. വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിട്ടി 3 എണ്ണമായി. പക്ഷെ അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത് ഇനി നോക്കണം. ഇതെങ്ങനെയൊക്കെയാണ് വെക്കണ്ടതെന്നൊക്കെ നോക്കണമല്ലോ. ഓരോ ഓപ്ഷൻ നോക്കണം. ഇനി കുറേ ഇതുണ്ട്. ഓരോ എണ്ണത്തിന് വെച്ച് വെച്ചാൽ ഇങ്ങനെ ഓരോ കണക്ഷൻ നോക്കുമ്പോൾ ആ മേളൊരു ആരോ ഉള്ളതാണ്. മറ്റേ ആ മേളിൽ വെള്ളം വീഴുന്ന സംഭവം. മേളിൽ ആരോ ഉള്ളത്. എൻ്റെ അടിയിലൊരു ആരോ ഉള്ളതാണ്. എനിക്ക് ഇങ്ങോട്ട് വെള്ളം കയറുന്ന സംഭവം. ഇത് എവിടെ നോക്കണം? ഓരോ സ്ഥലത്ത് ഞാൻ വെച്ച് നോക്കണം.
ഗൈസ് കുറേ നേരം നോക്കി എനിക്കൊന്നും മനസ്സിലായി ഗൈസ്. അങ്ങനെ ഞാനൊന്ന് ഹിന്ദിൻ്റെ ബുക്കൊന്ന് നോക്കട്ടെ. എനിക്ക് ഒട്ടും മനസ്സിലായില്ല ഗൈസ്. ഹിന്ദിൻ്റെ ബുക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് അതൊന്നും എനിക്ക് ഒട്ടും കൂടി കിട്ടിയിട്ടില്ല. ഗൈസ് നമ്മളിങ്ങനെ ഇങ്ങനെ കൊന്നൊക്കെ ഇങ്ങനെ പോവാ. ഇങ്ങനെ ഗ്യാപ്പുള്ളത് ഇങ്ങനെയാണ് പോകുന്നതായിരിക്കും നല്ലത്. സോ ഗൈസ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ അത് എത്തി. നമ്മൾ തുറന്നു ഗൈസ്. അതാണ്ട് ഗൈസ് അത് നമ്മൾ അത്രയും വരെ ചെയ്തു. മറ്റേ കൊളുത്തിട്ടെടുക്കുന്ന വരെ നമ്മൾ ചെയ്തു. ഇങ്ങനെ ആദ്യത്തെ 2 പൈപ്പിലും അടിയിലത്തെ 2ാമത്തെ പൈപ്പിലുമാണ് ഗൈസ് വെക്കേണ്ട ലോക്ക്. പക്ഷേ ഇന്നത്തോടെ ഒരു പടം കളിച്ചതുണ്ടോ, ഒരു മൈക്കും പിന്നെ എന്തൊരു സാധനം, അത് റേഡിയോ നമ്മളെ മറ്റേ ആദ്യം മറ്റേ പാട്ടിൻ്റെ സംഭവത്തിന് മേളത്തൊരു വീട്ടിൽ നമ്മൾ കണ്ടായിരുന്നു റേഡിയോ. പിന്നെ മൈക്ക് ഉണ്ട് നമ്മുടെ മൈക്ക് ഉണ്ട് നമ്മുടെ മറ്റേ ഒരു ക്ലോക്ക് കറങ്ങിയ സ്ഥലത്തെ ഇടയ്ക്ക് 2ാമതൊരാളെ ഇറങ്ങിപ്പോയില്ല ഇതിൻ്റെ മുകളിൽ തന്നെ. അവിടെ ആള് റൂമിൽ പോയി ഒരു ക്യാബിൻ പോലത്തെ അവിടെ ഉണ്ടായിരുന്നു ഒരു മൈക്ക് പോലത്തെ ഒരു സാധനം, ഒരു സ്പീക്കർ പോലത്തെ ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നു. അത് 2ാമനാണ് ചാൻസ്. നമുക്കപ്പോൾ ആ മൈക്കിൻ്റെ സംഭവം നോക്കിയിട്ട് വരാം ഗൈസ്. അവിടെ അങ്ങനെ എടുക്കാൻ പറ്റും ഗൈസ്. ക്യാബിൻ്റെ അവിടെ കണ്ടോ. അപ്പോൾ ഇതെടുക്കാനായിരിക്കും മിക്കവാറും ആളിങ്ങനെ നമ്മളൊരു പാറ്റേൺ വെച്ചപ്പോൾ ആൾ പോയത്. ആ സംഭവം കിട്ടി. പക്ഷേ റേഡിയോ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. റേഡിയോ എൻ്റെ മണ്ടൊക്കെ കിടക്കുന്നത്. റേഡിയോ എൻ്റെ മണ്ടൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതെങ്ങനെ എടുക്കാനാ? അതെന്തോ ഒരു പോസ്റ്റ്, ഒരു കറണ്ടിൻ്റെ എന്തോ ഒരു സംഭവം കേട്ടോ. കറണ്ടിൻ്റെ കണക്ഷൻ കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് അതോരോ പാറ്റേണിൽ ഇങ്ങനെ ആക്കി കണക്ഷൻ കൊടുക്കണം ഗൈസ്. സമയം ഗൈസ് ആ പോസ്റ്റിലില്ലേ, അങ്ങനെ പോസ്റ്റ് കറണ്ട് വരാനായിരിക്കും നമ്മൾ ആ കണക്ഷൻ കറക്റ്റ് ആയിട്ട് നോക്കണം. എനിക്ക് തോന്നുന്നു ആരോ ഉണ്ടോ മേലോട്ട് അങ്ങോട്ടാണ് കൊടുക്കേണ്ടത്. പക്ഷെ ആ കട്ടുണ്ടോ കറക്റ്റ് അവിടെ ഇങ്ങനെ ഒരു പോയിന്റിലായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അയ്യോ അത് താഴെ പോയല്ലേ. നമ്മളൊരു കിളി കയറുന്നു. ആ കിളി എടുത്തോണ്ട് ഗൈസ്. ഞാൻ കിളി എങ്ങനെ പിടിക്കും? കിളി ഇനി എങ്ങനെ എടുക്കുന്നേ? ഈ ഏണിയിൽ കയറിപ്പോകാൻ പറ്റുമോ? അയ്യോ അതില്ലെങ്കിൽ എനിക്കൊന്ന് അതില്ലെങ്കിൽ എങ്ങനെ? അതില്ലെങ്കിൽ പറ്റത്തില്ല തോന്നുന്നു ഗൈസ്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കട്ടെ ഗൈസ്. സോ ഗൈസ് എനിക്കൊന്ന് മറ്റേ ആ പീസും കൂടെ കിട്ടിയാൽ മാത്രം ആ മറ്റേ കിളി എടുത്തോണ്ട് പോയ പീസാണെന്നുകൊണ്ട് ആ മേളത്തെ ടോപ്പിലെ ഗ്യാപ്പിൽ വെക്കണ്ടേ. അപ്പോൾ എനിക്കൊന്ന് ഫുൾ കണക്ഷൻ റെഡിയാവും. സോ അതങ്ങനെ കിളി എടുക്കുന്ന ഏണി കയറാൻ പറ്റുമോ നോക്കാം ഗൈസ്. പിന്നെ വേറെ സംഭവം ശ്രദ്ധിക്കണം ഗൈസ്. ഈ റോബോട്ട് ചിലപ്പോൾ ഇതിനെ അറിയാതെ ഇങ്ങനെ തല തിരിച്ചൊന്ന് നോക്കും ഓരോ സ്ഥലത്ത്. ഇത് ഇങ്ങനെ ഷോക്കടി തല തിരിച്ചിങ്ങനെ നോക്കും. ആ നോക്കുന്ന സ്ഥലം ക്ലൂ ആയിട്ടാണ് ഈ സംഭവം നോക്കുന്നത് കേട്ടോ. അപ്പം നോക്കുമ്പോൾ അവിടെ എന്തോ ചെയ്യാനൊന്നർത്ഥം. ഞാൻ ചുമ്മാ ഒരു ആ പൂച്ച കേട്ടോ ഫുള്ള് റോബോട്ടിൻ്റെ ഒരു താഴെ വേണം ഗൈസ്. ഞാൻ മറ്റേ ആ പിന്നങ്ങ് ഊരിയതാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു അപ്പോൾ ആ വയർ വലിക്കുന്നൊരു സംഭവമുണ്ട്. ആ പിന്ന് ഊരുന്ന സമയം ഇയാൾ തിരിഞ്ഞു നോക്കുമല്ലേ. അപ്പം വയറിങ്ങനെ വലിക്കണം.
ഗൈസ് നോക്കാം ഗൈസ്. അപ്പോൾ അപ്പം വയറ് നോട്ടെ ഉണ്ടോ ഇപ്പോൾ ഉണ്ടോ? ആളങ്ങോട്ട് നീങ്ങി. അപ്പോൾ നീങ്ങി എനിക്കൊന്ന് ആ പൂച്ചയെ പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ആളങ്ങോട്ട് നീങ്ങിയില്ലേ? അങ്ങോട്ട് ഇനി എനിക്കൊന്ന് ആ പൂച്ചയെ പിടിക്കാൻ പറ്റുമായിരിക്കും. നമുക്ക് നോക്കാം ഗൈസ്. നമ്മൾ മേളോട്ട് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. പക്ഷേ ഞാൻ പൂച്ചയെ പിടിക്കാം ഗൈസ്. ഗൈസ് പിടിച്ചെന്ന്. അയ്യോ പോയി ഗൈസ്. പക്ഷെ പീസ് എങ്ങനെ കിട്ടും എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഗൈസ്. നമ്മളവിടെ നടുക്ക് വന്നപ്പോൾ ആ കിളി അവിടെ വന്നു ഗൈസ്. അങ്ങനെ ആ കിളി നമ്മുടെ കൂട്ട് കാണിച്ചുകൊണ്ടിരിക്കുക ഗൈസ്. എനിക്ക് തോന്നുമ്പോൾ ആണല്ലോ നമ്മുടെ കൂട്ട് കാണിക്കുക. ഈ നമുക്കിങ്ങനെ മേളിലോട്ടാവാൻ പറ്റുമല്ലോ, അതും കൂടി ഇതിനിങ്ങനെ പറ്റുമോ നോക്കാം ഗൈസ്. കണ്ടോ നമ്മളോട് ഇങ്ങനെയാണ് ഗൈസ് പിടിക്കേണ്ടപ്പോൾ. കണ്ടോ നമുക്ക് ആ പീസ് കിട്ടി. അപ്പോൾ നമുക്ക് ആ കണക്ഷൻ കൊടുക്കാം ഗൈസ്. ഇത് ഇപ്പുറത്തൊരു ഡോറൊക്കെ ഉണ്ട് ഗൈസ്. ഗെയിംസിലൊക്കെ ഡോറാന്ന് തോന്നുന്നു. സിംബയൊക്കെ കണ്ടിട്ടൊരു മറ്റൊരു ഗെയിമില്ലേ ഇങ്ങനെ വെടിയൊക്കെ വെക്കുന്നത്. കണ്ടോ ഗൈസ്, നമ്മളത് വെച്ച് നമ്മളിപ്പോൾ അപ്പോൾ ഞാൻ പിടിച്ചുകൊണ്ട് ഷോക്ക് അടിക്കുന്നത് കറണ്ട് കാണുന്നുണ്ട് ഗൈസ്. ഇന്നവിടെ കെട്ടി വെച്ചില്ല, ഞാൻ ഒന്നും ചെയ്തിട്ട് പോലും ഇല്ല. തന്നെ അത് കെട്ടി വെച്ചാൽ ഗൈസ്. ഇപ്പോൾ അവിടെ കറണ്ട് പോകുന്നുണ്ട്. നമുക്ക് ആ പൂച്ച നമുക്ക് ഇനി പൂച്ച പിടിക്കുക. പൂച്ച പാലത്ത് കേട്ട് കഴിയുമ്പോൾ പൂച്ച ഇതാവും, ഷോക്ക് അടിച്ചിട്ട് മയങ്ങി കിടക്കുന്നു തോന്നുന്നു. കണ്ടോ നല്ല നല്ല ഷോക്ക് അടിച്ചെന്ന് തോന്നുന്നു. മയങ്ങിയൊന്നും കാണുന്നില്ലല്ലോ. അയ്യോ മയങ്ങിയൊന്നും കാണുന്നില്ലല്ലോ. ഉണ്ടോ ഇപ്പോഴാണ്. പക്ഷെ ആ ഒരു പൂച്ചയെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ തുറക്കാൻ പറ്റുന്നില്ല ഗൈസ്. അത് ഗെയിമിങ്ങിൻ്റെ റൂം കണ്ടിട്ട് തുറക്കാൻ പറ്റുന്നില്ല ഗൈസ്. എന്തെങ്കിലും വേണമെന്ന് തോന്നുന്നു. ഞാൻ പൂച്ചയോട് എന്തുമായിരിക്കും സംഭവം. മറ്റേ താഴെ മറ്റേ ആ പാട്ട് ചെയ്ത ടീമിൻ്റെ അകത്തെ ഒരാൾക്ക് മറ്റേ ഊതുന്ന സാധനം വർക്കാവുന്നില്ലല്ലോ. ഇനി അതിനകത്താവുന്ന ഈ പൂച്ചയുടെ ഗുണം. ആ ഡോറ് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. ഇനി അതിനകത്താണ് ആ പൂച്ചയുടെ ഗുണം. ചുമ്മാ വെച്ച് നോക്കാം. ഞാൻ ഇങ്ങനെ വെച്ചാൽ നോക്കാം. അപ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ ഇച്ചിരി വെക്കുമ്പോൾ ഇത് കാണിക്കുമല്ലോ ഇതായിട്ട്. സോസ് നമുക്കൊന്ന് വെച്ച് നോക്കാം ഗൈസ്. ഞാൻ പൂച്ചയുടെ ഒരു സംഭവം ഉണ്ടോ ഈ സാധനം കണ്ടോ? ലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ടോ? ശരി തിളങ്ങുന്നുണ്ടോ? അതാ കണ്ടോ? കേട്ടോ സിപ്പ് കേൾക്കാൻ വരുന്നുണ്ട്. ഓക്കെ സപ്പോണ്ട് നമുക്ക് മറ്റേ സംഭവം കിട്ടി, മറ്റേ റേഡിയോ മറ്റേ അതിൽ കൊടുക്കണ്ടേ, ആ സംഭവം അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതായിരുന്നു നമ്മൾ നോക്കിയിരുന്നത്. ഇത് നമ്മൾ എങ്ങനെ എടുക്കുമെന്ന് നോക്കിയിരുന്ന സംഭവമായിരുന്നു ഗൈസ്. അപ്പോൾ ഇങ്ങനെ കിട്ടിയത്. സോ നമുക്കിനി അങ്ങനെ സൺഫ്ലവറിൻ്റെ സംഭവം എടുക്കണം. ഒരു ചെടി എൻ്റെ കയ്യിലുണ്ട്. ശരിയാ ഉണ്ട്. ഇപ്പോൾ ഒരു റേഡിയോ ആയിണ്ടോ പൈസ. നമുക്ക് മറ്റേ ആ സംഭവത്തിന് കൊടുത്തു നോക്കാം. ഒരു ഇതില്ലേ ഒരു സ്കാനർ പോലത്തെ സംഭവമില്ലേ, അതിനൊന്ന് കൊടുത്തു നോക്കാം. നമുക്ക് അതിൻ്റെ ആ മേളത്ത് അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അടുത്ത് പോയി ഒന്ന് കൊടുക്കണം. ഒന്ന് പോയി കൊടുത്തു നോക്കാം. രസിക്കുന്നുണ്ടോ? ഒരു പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ചോദിക്കും അത് പറ്റുമോ എന്ന്. ഇങ്ങനെ
അപ്പോൾ അത് വന്നു. ശരി, നമ്മൾ പോയി തുറക്കാൻ പോകണം ഗൈസ്. അത് വെള്ളം ഫുള്ള് തുറന്ന് വെച്ച് പറഞ്ഞോളൂ. എൻ്റെ അടിയിൽ മറ്റേ അവരുടെ റൂമായിരുന്നല്ലേ, അതിനകത്ത് മൊത്തം വെള്ളം വീണ്. വെള്ളമൊക്കെ നിറഞ്ഞ് അതിൻ്റെ അകത്ത്. സോ നമുക്ക് ബാക്കി എന്തോ സംഭവം പ്ലംബർ എന്ന് പറഞ്ഞാൽ പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ വെള്ളം ഫുള്ളിൻ്റെ അകത്ത് പോയില്ലേ, അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ചാടണമായിരിക്കും ചിലപ്പോൾ. അങ്ങനെ സംഭവം കാണും. ചിലപ്പോൾ ചാടണമായിരിക്കും ഇതിൻ്റെ അകത്തോട്ടോ വല്ലോ. അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ നിർത്തത്തൊന്നുമില്ല അങ്ങനെയൊന്നും. ചിലപ്പോൾ അതായിരിക്കും സംഭവം, ചാടണമായിരിക്കും. നോക്കാവേ. അതാണ് കണ്ടോ. അതിൻ്റെ അകഭാഗം നമ്മളത് ഡാൻസ് കളിക്കുന്ന നോക്കി. ഇത് എവിടൊക്കെ എത്തി? സിറ്റിയുടെ അറ്റത്തെത്തി. എന്ത് സംഭവം? ക്ലിക്ക് ചെയ്യാം, സ്വിച്ച് ചുമ്മാ ക്ലിക്ക് ചെയ്ത കേസ് താഴോട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. അത് ഡോറാന്ന് തോന്നുന്നു കേസ്. നമുക്ക് ഡോറിലോട്ട് കയറി നോക്കാം. ഡോറാന്ന് തോന്നുന്നു. ഡോറല്ലേ, എന്തുവാ റോബോട്ട്. ഈ റോബോട്ട് മറ്റേ വില്ലൻ ഈ റോബോട്ടിനെ പിടിച്ചാന്ന് തോന്നുന്നു. പിടിച്ചോണ്ട് വന്നേ. പിടിച്ചോണ്ട് വന്നേ. ആ സംഭവം പറഞ്ഞു കൊടുക്കും കേട്ടോ മറ്റേ റോബോട്ട് നമ്മുടെ ക്യാരക്ടറിനോട്. എന്തുവാ സംഭവം? ഇതെന്തു സംഭവം ചെയ്യണ്ടേ? ഈ പെടലെന്തുവാ ഇവിടെയോ? പെടലൊരു സാധനം ഉണ്ടോ? കോണ് കിട്ടിയ ഒരു പെടൽ പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ. അതെന്താ? അപ്പം ഞാൻ പറഞ്ഞതല്ലേ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഓയിലാണ് ഇതിൻ്റെ അകത്തുള്ള ജ്യൂസായിട്ടും ഓരോ സംഭവമായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഇതൊന്നും ഈ ആ ഓയിൽ ഈ എഞ്ചിൻ വർക്കാകണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ അതെങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരും? ഇങ്ങോട്ട് കൊണ്ടുവരും. പക്ഷേ ഇനി മണ്ടയ്ക്ക് കയറ്റുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ അല്ലേ? മണ്ടയ്ക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. കേട്ടൊന്നും ഇല്ല വയസ്സ്. എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുന്നില്ല കേസ് ഇടുന്നത്. നമുക്ക് ഈ വെളിയിൽ വല്ലതും പസിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? അതില്ല. അപ്പോൾ അത് തന്നെയാണ് കേസ് ആവശ്യം. ഒരു ഓയിൽ പോലെ എഞ്ചിൻ വർക്കാകാൻ വേണ്ടി ഉണ്ടോ? ഒന്നും പറ്റുന്നില്ല കേസ്. പക്ഷെ ഇവിടെ വല്ല പസിലുണ്ടോ? എന്ത് സംഭവം? ഇങ്ങനെ കറക്കുന്ന ഐറ്റം കേട്ടോ. നമ്മളിങ്ങനെ കറക്കിക്കൊണ്ട് വരണം. പക്ഷെ ട്രൈ ചെയ്തിട്ട് നോക്കട്ടെ. കറക്കി ഇങ്ങനെ കൊണ്ടുവരണം തോന്നുന്നു. എൻ്റെ അടിയിൽ കണ്ടോ? എൻ്റെ അടിയിൽ ഒരു ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് മേളിൽ 2 ഗ്രേ, അടിയിൽ 2 ചുവപ്പ്. അതുപോലെ ഇപ്പുറം സൈഡിൽ കണ്ടോ? മേളിൽ ചുവപ്പ്, അടി ഗ്രേ. നമുക്ക് ആദ്യം കിട്ടിയത് മേളിൽ ഗ്രേയും അടി ചുവപ്പും കേട്ടോ. ഇത് ഇപ്പുറം സൈഡിൽ റെഡും ഗ്രേയും. അങ്ങനെ അപ്പം അതായിരിക്കും ഇതിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിന് വലിയ ടൈമൊന്നും എടുത്തില്ല. പെട്ടെന്ന് തന്നെ കിട്ടി. അപ്പോൾ ഡേയ്സ് ഇങ്ങനെയാണ്. അത് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഉടനെ ഈ ഒരു സംഭവം ലോക്കായി പോകും.
കേട്ടോ ഗൈസ്. ഒന്നൊന്ന് മാറ്റി കഴിഞ്ഞാൽ ഇതങ്ങ് ലോക്കായി പോകും. സോ ഗൈസ് അപ്പോൾ അത് റെഡിയായി. പക്ഷെ ക്രിക്കായിട്ട് പ്രത്യേകിച്ചൊന്നും ആവുന്നില്ല നമുക്കപ്പോൾ. എനിക്കൊന്ന് അത് തന്നെയാണ്, ആ ഓയിൽ വേണം ഗൈസ്. നിന്നത് നോർമലി എല്ലാവരും അതല്ലേ ഉപയോഗിക്കുന്നത്. എനിക്ക് ആദ്യമേ ആ സംഭവം കിട്ടിയതാണ്. എല്ലാവരും ഇന്നത് ജ്യൂസ് കാര്യങ്ങൾ അതെല്ലാം എഞ്ചിനെല്ലാം ഉപയോഗിക്കുന്ന ഈ ഒരു ഓയിലാണ്. പക്ഷെ അതിന് ഓയിലങ്ങനെ ഇതുവരെ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കൊന്നും കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. ഒരു പോപ്കോൺ കിട്ടി. ആ പോപ്കോൺ ചൂടാക്കിയ അടുത്തിളച്ചല്ലിരിക്കുന്നത്. അവിടെ ചൂടാക്കിയ എന്തെങ്കിലും പ്രത്യേകിച്ച് എല്ലാം ഉണ്ടോ നോക്കട്ടെ. അതൊന്ന് അതിട്ടുണ്ട് ചൂടാക്കാൻ. മേളിൽ കണ്ടൊരു കമ്പി പോലൊരു സാധനം. ഇതെന്തോ സംഭവം, കമ്പി പോലെ സാധനം ഗൈസ്. നോക്കുന്നു അത് അവിടെ നിന്ന് കൊടുത്തു നോക്കാം. അത് കൊടുത്തു നോക്കിൻ്റെ മണ്ട കയറിയിട്ടേ ചുമ്മാ കമ്പി ഓരോ സ്ഥലത്ത് ഇങ്ങനെ കറക്കി. ഓസ് വരിക കൊടുക്കാൻ. ഓസ് അവിടെ നിന്ന് അതെന്നെ മണ്ട കയറിയിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചുമ്മാ കറക്കിയൊക്കെ നോക്കാം ഗൈസ്. ഗൈസ് മേളിൽ കാണിക്കുന്നു. അതുകൊണ്ടൊരു ഇത് പൈപ്പ് പോലൊരു സംഭവം. അതാണ് പക്ഷെ എനിക്ക് തോന്നുന്നു അതിപ്പോൾ ഭയങ്കര തണുപ്പായിട്ടല്ലേ ഇരിക്കുന്നത്. അതൊന്ന് ലൂസാക്കി എടുക്കണമെന്ന് തോന്നുന്നു. തണുപ്പായിട്ടിരിക്കുന്നത് അത് കണ്ട മേളിൽ കണ്ടവനെ ഐസിന് ഇത്. പിന്നെ അതിങ്ങനെ അതിനകത്തിട്ടൊന്ന് ഇതാക്കി തണുപ്പ് മാറ്റി ആക്കി എടുക്കണമെന്ന് തോന്നുന്നു. നമ്മളത് അതിനകത്തോട്ട് ഇട്ടു നമ്മൾ തിളയ്ക്കുന്നത്. ഉണ്ടോ ഒരു പൈപ്പ് കിട്ടി. ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. കണ്ടോ ഇവിടുത്തെ മെയിൻ സംഭവം ഈ ഓയിലാണ്. ഈ ഒരു വേൾഡിൽ നമ്മൾ അങ്ങനെ അത് നിറച്ചു. ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണ്ട് പൊങ്ങിയൊന്ന് പൊങ്ങിപ്പോയി. ഇവിടെ നിന്നല്ലേ നമ്മളതിന് ഇറങ്ങി വന്ന് അതിലും മണ്ടേ കൂടെ പോയോ. ഇതെന്ത് സംഭവം? ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അതുകൊണ്ട് ആ 2 കളർ പ്ലസ് ചെയ്തേതാവുന്നു ഇങ്ങറ്റത്തെ ആത്. ഇതെന്തോ സാധാരണ അത് ഞാൻ ചുമ്മാ ഇട്ട് കൊടുക്കും. എങ്ങനെയൊക്കെയാ ഇതാവുന്നത്. നടുക്കത്തെ അല്ലേ? നടുക്കത്തെ ഇത് ഇങ്ങറ്റത്തെ ഇങ്ങറ്റത്തെ ആവുന്നു. കണ്ടു സ്വന്തം ഇങ്ങനെ അറ്റത്താണ് തോന്നുന്നത്. കണ്ടോ ഇനി ഇതേതാ ചുമ്മാ എടുക്കട്ടെ. എനിക്ക് ആദ്യത്തെ തോന്നുന്നു. അതല്ല കൈ തെറ്റോ അതുകൊണ്ട് അതിന് അത് വിറയ്ക്കുന്നത് ഇളകിയൊക്കെ വരുന്നത് എന്തൊക്കെയോ.
ഇതൊന്നും എനിക്കറിഞ്ഞൂടാ. ഇതെന്തുവാ? അയ്യോ അതിങ്ങനെ ഇളകി. സോ ഗൈസ്, അപ്പം നിങ്ങൾ ഇങ്ങനെ കുറച്ച് ചോദിക്കുമ്പോൾ തെറ്റ് പറഞ്ഞു കൊടുക്കാൻ നോക്കുക. അപ്പോഴേ ഇന്ന് ദേഷ്യം വന്നിട്ട് നമുക്കൊരു വഴി തന്നെ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ തെറ്റ് പറയാൻ നോക്കുക കേട്ടോ ഗൈസ്. ഇനി അടുത്ത ഏതാ സ്ഥലം ഗൈസ്? അവിടെ ഇതെന്തുവാ? എന്തോ സംഭവം? നമ്മുടെ മറ്റേ ഇതിനെന്ത് പറയുന്നത്, നമ്മുടെ ഗ്രീൻ ഹൗസോ, നമ്മുടെ ഈ ചെടികളൊക്കെ വളർത്തുന്ന സ്ഥലമുണ്ടല്ലോ. റിമോട്ട് ഇടിയേഴ്സ്. സ്വിച്ചൊക്കെ അതെന്ത് സംഭവം നീക്കാനൊക്കെ പറ്റും. ഇവിടെ എന്തോ ഇതിൻ്റെ വയർ അങ്ങോട്ടല്ലേ പോകുന്നത്? എന്തത് ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെയാണോ പൈസ വന്നത്? ഓ, അത് ഫില്ല് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പം അടുത്ത കൂടെ അങ്ങനെ ഇതുണ്ട് കേട്ടോ. ഓ, അത് പോയി. ഇവിടെ ഇങ്ങനെ തുടങ്ങി നോക്കാം. അത് വീണ്ടും മണിമാളി. അത് കറക്റ്റായി. ഓ, ഫില്ല് ചെയ്യാൻ നോക്കുക മാക്സിമം. അങ്ങനെ അടുത്തത്. ഓ, അത് വയസ്സ്. ഓ, പെട്ടെന്ന് കിട്ടി. ഇത് പെട്ടെന്ന് കിട്ടി. ഓ, ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ സംഭവം ചൂടായതുകൊണ്ട് മരമൊക്കെ ഇങ്ങനെ ഇതായി. ഉണങ്ങിയിരുന്നത് ഇപ്പോൾ പച്ചയായി, ഇങ്ങനെ കിളിർത്ത് വന്ന പോലെ. അപ്പോൾ നമ്മൾ വീണ്ടും ഇത് അടുത്തൊരു സ്വിച്ചാണ് ഗൈസ്. അത് നമ്മൾ നോക്കുക. അപ്പോൾ നമ്മളത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് നമുക്ക് കിട്ടി ഗൈസ്. കുറച്ച് നേരം എടുത്തുള്ള, എന്നാലും കുറച്ചൊരു നമ്മൾ ഓരോ റൂട്ടൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം ഗൈസ് ഇതിനകത്ത്. അടുത്തയാണ് ഗൈസ് ഇത് കുറച്ചുകൂടെ ഹാർഡാണ് ഗൈസ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. റൂട്ട് കിട്ടാനാണ് പാടിൻ്റെ. സോ ഗൈസ്, അപ്പം നമ്മൾ കുറേ നേരം നോക്കി ഗൈസ്. അപ്പം ഫൈനൽ നമ്മൾ ഇത് ഫിനിഷ് ചെയ്തു ഗൈസ്. ഇതൊന്ന് ഗൈസ്, ഇതിന് അടുത്ത എൻ്റെ പ്രൊജക്ടറിൻ്റെ ഇതാണ് കേട്ടോ അടുത്തത്. എന്താ സംഭവം ഗൈസ്? ഒരു ഡ്രോയർ ഉണ്ടല്ലോ, അതെന്തോ നോക്കാം ഗൈസ്. അതെന്തോ എന്ത് ഉപയോഗിക്കണ്ടേ അവിടെ അല്ലേ? എൻ്റെ പുറകിടുന്ന സാധനം. പുറകിടുന്ന സാധനം അത്. അപ്പം ഇട്ടുണ്ട്, പക്ഷെ ഒന്നും കാണുന്നില്ല എൻ്റെ അത്. പക്ഷേ ഈ പ്രൊജക്ടറില്ലേ മറ്റേ ലെൻസ് വേണ്ടേ? അപ്പോൾ നമ്മൾ അടുത്ത ഇത് വീണ്ടും കിളർത്തി അടുത്ത് നമ്മൾ ട്രൈ ചെയ്യണം. സോരന് നമ്മുടെ കയ്യിലുള്ള ചെടിയില്ലേ, അതായിരിക്കും മറ്റേ അതിൻ്റെ ഇടയിലുള്ള ചട്ടി ഇട്ടിട്ടുണ്ടേ. മനസ്സിലായോ? ഇലയൊക്കെ ഇങ്ങനെ വന്ന്
ചിലപ്പോൾ അതായിരിക്കും. എൻ്റെ അകത്ത് വല്ലതും അവിടെ ഈ റോബോട്ടുണ്ട് ഇടയ്ക്ക് എന്നെ നോക്കുന്നത്, അപ്പോൾ എനിക്കൊരു ക്ലൂ കിട്ടുന്നു. അപ്പോൾ അതിന് എന്തോ ഉണ്ട്, അതിലെന്തോ ഉണ്ട്. ഒരു കമ്പ് കിട്ടി ഗൈസ്. അപ്പോൾ അതിവിടെ വെച്ചിട്ടൊന്നും നോക്കാം ഗൈസ്. ഗ്ലാസ്സിൽ കൂടെ വല്ലതും കാണാൻ പറ്റില്ല. പക്ഷെ ആ കമ്പിവിടെ വെച്ചിട്ട് നോക്കാം. ഇത് ലെൻസായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല പ്രൊജക്ടറിൻ്റെ. നമുക്ക് ആ ലെൻസായിട്ട് ഉപയോഗിച്ച് നോക്കാം. ലെൻസായിട്ട് ഉപയോഗിക്കാം കണ്ടോ. ലെൻസ് ഇവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ആ പ്രൊജക്ടറിൽ. ഉണ്ടോ ഈ സ്വിച്ച് വെച്ച് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും ഓരോന്ന്. ഇതിൻ്റെ അടുത്തതും കൂടി ഇവിടെ അടുത്ത് പറഞ്ഞുകൊണ്ട് അതും കൂടി വെച്ചോളൂ. അടുത്തതും കൂടി വെച്ചോക്കാം. ഗൈസ് നമ്മൾ അടുത്തതും കൂടെ വെച്ചിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് അതിനകത്ത് വേറെ ഓരോ പടം ഗൈസ്. ഓരോ വേറെ പടമാണ് അതിനകത്ത്. പിന്നെ വേറെ പടം. ഇപ്പം ആ പ്രൊജക്ടറിലോട്ട് നോക്കിയേ. അതിലൊന്ന് നോക്കണം. അതിൽ നമ്മൾ മറ്റേ ആ ഒരു റോബോട്ട് പറഞ്ഞില്ലേ അതിനൊരു സൺഫ്ലവർ ഓയിൽ വേണമെന്ന്. ആ ഓയിൽ എടുക്കുന്ന മെഷീനല്ലേ എന്ത് കാണിച്ചിരിക്കുന്നത്. നമുക്ക് മറ്റേ അതിനകത്തൊന്നും നടന്നുണ്ടായിരുന്നു കണ്ടോ. അല്ലേ ഗൈസ് അതിനകത്ത് നടന്നില്ല. ശരിക്കുന്നുണ്ട് ഈ മെഷീനില്ല ഒരു മെഷീൻ. അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ പെട്ടെന്ന് തന്നെ വളർത്തുന്ന ഒരു ഗുണമാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് വന്നുകൊണ്ടോ. അപ്പം ഇതിനകത്തുകൊണ്ട് ആ സീഡ് എടുക്കണം. നോട്ടെ സീഡ് എടുത്ത് നോക്കട്ടെ. ആ സീഡ് ഇങ്ങനെ എടുത്ത് നോക്കണം. നല്ല സീഡ് ഇങ്ങനെ എടുക്കുന്നത്. പക്ഷെ ആ മെഷീൻ ആ പ്രൊജക്ടർ കാണിക്കുന്നുണ്ട് ഒരു മെഷീൻ കണ്ടോ. മേളിൽ ഇങ്ങനെ ഇട്ടാലിങ്ങനെ ഒരു മെഷീന് താഴെയുള്ളൂ ഗൈസ്. നമുക്ക് ഈ ഡോറൊക്കെ ഒന്ന് നോക്കണം. ബസ് ആ ഡോറും തുറന്ന് നോക്കാം ഗൈസ്. ഇവിടെ എന്തോ പറ്റുന്നില്ല ഗൈസ്. ഇവിടെ എന്തോ ഈ സംഭവം ഇതെന്തോ ലൈറ്റ് ഇടുന്നുണ്ട് കേട്ടോ. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫുള്ള് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്ന് തുറക്കായിരിക്കും. പിന്നെ ഞാൻ ആ പ്രൊജക്ടർ നോക്കുന്ന സമയത്ത് ഞാൻ ഇതിനൊരു പാറ്റേൺ എന്തോ സംഭവം കണ്ടായിരുന്നു കേട്ടോ. പ്രൊജക്ടറിനകത്തുണ്ടായിരുന്നു ആ ഫസ്റ്റ് ഒന്നാമത്തെ അതിനകത്ത് കണ്ടായിരുന്നു ഒരു ആ പ്രൊജക്ടർ തന്നെ നോക്കാം. അതിൻ്റെ സെയിമായിട്ട് ഒരു ബട്ടർഫ്ലൈ പോലൊരു ഐറ്റം കണ്ടായിരുന്നു ഞാൻ. നമുക്ക് അടുത്തൊന്ന് വെച്ച് നോക്കാം. കണ്ടോ നോക്കട്ടെ കണ്ടോ ഈ ഒരു സംഭവം തന്നെ ഇതേപോലെ ഒന്ന് വിളിച്ചു നോക്കാം. ഓക്കെ അത് വെച്ച് നോക്കാം. വേണ്ട യെസ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളൂ ഗൈസ്. സോ നമുക്ക് ഇതല്ലേ ആ മെഷീൻ ഒരു പടത്തിൽ കാണിച്ച മെഷീൻ. നമുക്ക് അത് ആ കുരു അതിനകത്തിട്ടിട്ട് ഇവിടെ പടിയും ഒക്കെ ഉണ്ടല്ലേ. ഹലോ ഇപ്പോൾ കണ്ടോ ഓരോ പടിയും സംഭവമൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടോ. ഇങ്ങനെ അടിയിലോട്ട് ഇങ്ങനെ വരാനൊക്കെ പറ്റും. സോ നമുക്കപ്പോൾ
നമുക്ക് അത് ചെയ്യാൻ സൺഫ്ലവറിൻ്റെ ഓയിൽ എടുക്കാം ഗൈസ്. പാത്രം അവിടെ വെക്കണമായിരുന്നു. പാത്രം അവിടെ വെക്കണമായിരുന്നു. നമുക്ക് പാത്രം വെച്ച് കഴിഞ്ഞ് വീണ്ടും അത് എടുക്കണ്ടേ. അപ്പോൾ നമ്മൾ സൺഫ്ലവറിൻ്റെ സീഡ് എടുക്കാം. നമ്മൾ സീഡ് ഒന്നും കൂടെ എടുക്കാം. നമ്മൾ പാത്രം വെക്കാൻ വിട്ടുപോയി, അതെല്ലാം അതിൻ്റെ അടികൾ ഒഴുകി അങ്ങ് പോയി. ഇത് നമുക്ക് മറ്റേ റോബോട്ടിൽ കൊടുക്കണം. ഇത് ആ റോബോട്ടിൽ കൊടുക്കാൻ വേണ്ടി എത്രയും ഇത് വന്ന് ഇത്ര ഹൈറ്റ്, ഇതിപ്പോൾ ഹൈറ്റ് കൂടിയല്ലേ. ഇനി നമുക്കത് നിറയ്ക്കാം. നമ്മളൊന്ന് ഇനി അത് എടുക്കണം. എടുത്തിട്ട് റോബോട്ടിന് കൊടുക്കണം ഗൈസ്. അപ്പം നമുക്ക് വീണ്ടും ഞാൻ റോബോട്ട് കൊടുക്കണം. പക്ഷേ ഇതുവരെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ, മേളിൽ കയറാൻ പറ്റത്തില്ല. എന്തായാലും അവിടെ വേണം, ഇങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. മോശം അടിയിലോട്ടൊരു ആരോ കൊടുക്കണം ഗൈസ്. എന്തുവാ ബാറ്ററി തീരാറായി ഗൈസ്, അതുകൊണ്ട് അതിന് ഇതാക്കാം. ഇതിനൊക്കെ ബാറ്ററിയൊക്കെ വേണ്ടേ ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ പഴയ വഴിയിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഈ വഴിയിൽ കൂടെ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ ഇത് കൊടുക്കാം ഗൈസ്. അത് കൊടുത്ത് തൈലം പോലെ കേട്ടോ, എക്സസൈസ് ഒക്കെ ചെയ്യുന്നു. ഇത് മറ്റേ സംഭവം നമ്മൾ നേരത്തെ മേളിൽ പോയപ്പോൾ ഒരു ഗെയിമിൻ്റെയൊക്കെ സ്ഥലം ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗെയിമിൻ്റെയൊക്കെ കൂട്ടില്ലേ, അതിൻ്റെയൊക്കെ ലോഗോ പോലില്ലേ ലോഗോ പോലുണ്ടോ ഗൈസ്. നോക്കപ്പോൾ ഇനി അവിടുത്തെ വല്ലതാണോ നോക്കാൻ പോവാം. നമ്മൾ കയറി പോയിട്ടുണ്ട്. കയറി പോയിട്ടുണ്ട്. കൊണ്ട് വെച്ചത് അത് തന്നെയാണ്. ഒരു ടിക്കറ്റ് കേട്ടോ അങ്ങോട്ട് കയറാനുള്ളത്. അപ്പോൾ നമ്മൾ ഇത് ഗെയിമിങ്ങിൻ്റെ സംഭവം തന്നെയാണ്. അങ്ങനെ ഓണാക്കി നോക്കട്ടെ. ഇത് ഓണാകുന്നില്ല ഗൈസിൻ്റെ അടുത്ത് നോക്കട്ടെ. അപ്പോൾ അതും ഓണാവുന്നില്ല ഗൈസ്, ഒന്നും വർക്കാവുന്നില്ല. നമുക്കിനി ഇതെന്തോ സൈക്കിളിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. ലിവർ ആണെന്നാണ് സ്വിച്ച് പോലെ കിട്ടും. 1 2 3 എന്നൊക്കെ ഒരു സ്വിച്ച് ഗൈസ്. പക്ഷേ എന്തോ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ടൊക്കെയാണ് ആവുന്നത്. ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റക്കായിട്ടാണ് കേട്ടോ. ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റക്കായിട്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. സോ ഗൈസ്, അങ്ങനെ ഒരു ഐഡിയ കിട്ടി ഗൈസ്. ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതില്ലേ വിരൽ വെച്ച് സൈക്കിളിൻ്റെ കൂട്ട് തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അവിടെ പെഡലിൻ്റെ അവിടെ. അങ്ങനെ ഇത് സ്പീഡിൽ കറങ്ങണം കേട്ടോ. ഞാൻ നേരത്തെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഒന്ന് കളിച്ച് നോക്കാം ഗൈസ്. സോ ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുള്ളൂ ഗൈസ്. പിന്നെ നോക്കിയ മൊബൈലിനകത്തൊക്കെ ഗെയിമിൻ്റെ ഒക്കെ കൂട്ടില്ലേ, അങ്ങനെ ഗാലക്സി അങ്ങനെ എന്താ പറയുന്നൊരു ഇതിൻ്റെ അടി ചെയ്തിട്ടുണ്ട്. 1000 ഇത് സ്കോറായി കഴിഞ്ഞാൽ $1 കിട്ടും ഗൈസ്. ഇരുന്ന് കളിക്കണം ഗൈസ്. 1000 ആവണം ഇനി.
ഗൈസ് അപ്പോൾ നമുക്കൊരു $1 കിട്ടിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് നീപ്പുണ്ട് ഇതിൻ്റെ ഇവിടെ ഒരു ഇതില്ല എവിടെ നിന്നാണ് ഗൈസ് പൈസ എടുക്കുന്നത്. സോ ഗൈസ് ഇവിടെ ഇതിലൊരു സ്വിച്ച് പോലെ എനിക്കിപ്പോൾ ഒന്നാമത്തെ കറണ്ട് ഇനി രണ്ടാമത്തെ സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ ഗൈസ് സംഭവം. ഗൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്നാവുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ രണ്ടാമത്തെ നമുക്കൊന്ന് കളിച്ച് നോക്കാം ഗൈസ്. ഗൈസ് ഒരു ബോക്സിനകത്ത് റെഡ് ബോക്സ് ആയി കഴിഞ്ഞാൽ വെളി ഇറങ്ങാമെന്നാണ് തോന്നുന്നു ഗൈസ്. സോ ഗൈസ് ഇതെന്തോ ആണോ, ഒരു ബോക്സിനകത്ത് റെഡ് ബോക്സ് ആക്കിയാൽ വെളി ഇറങ്ങാൻ പറ്റും. സോ ഗൈസ് ഇതും കൂടെ ഒന്ന് കളിക്കട്ടെ. സോ ഗൈസ് അപ്പോൾ നമുക്ക് വിൻ ചെയ്തു ഗൈസ്. അപ്പോൾ ഇതും കിട്ടി. സോ ഇപ്പോൾ ഈ ഗെയിം ഇവിടെ വെച്ച് നിർത്തുകയാണ് ഗൈസ്. ഞാൻ ഇതിൻ്റെ അടുത്ത പാർട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. സോ നമുക്കിപ്പോൾ രണ്ടാമത്തെ കിട്ടി. അപ്പോൾ ഇച്ചിരി ലെങ്തി വീഡിയോ ആണെന്ന് തോന്നുന്നു, ഇച്ചിരി നല്ലോണം ലെങ്തി വീഡിയോ ആണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.